കുറച്ച് ലെഫ്റ്റ് ട്രീം പഠിപ്പിച്ചാണ് നേരത്തെ തലേന്ന സാധനം വേണേ 1 2 4 5 6 7 8. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. നമ്മുടെ കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമാണ് അക്ഷരനഗരിയായ കോട്ടയത്ത് നടന്നത്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ് 2-3 ദിവസമായിട്ട് മുഴുവൻ ചർച്ചാ വിഷയമാണ്. ആകെപ്പാടെ 20-22 വയസ്സുള്ള കുട്ടികളാണ് അതിക്രൂരമായ ഈ കലാപരിപാടി നടത്തിയെന്ന് ഓർക്കുമ്പോഴത്തേനും നമുക്ക് ആകെപ്പാടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മാർക്കോ എന്ന് പറയുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ വയലൻസ് എന്നും പറഞ്ഞായിരുന്നു ആൾക്കാർ മുഴുവൻ ഇളകിയത്. എന്നാൽ അതൊന്നുമല്ല, ഈ കുട്ടികളുടെ കയ്യിലിരിപ്പെന്ന് പറഞ്ഞാൽ അതിക്രൂരമായതാണെന്നുള്ളത് നമുക്ക് ഈ 1-2 ദിവസത്തെ വാർത്തകളിൽ നിന്നൊക്കെ വായിക്കാൻ പറയും. ഒരു കാരണവശാൽ ഇവരെ ഒന്ന് ഈ നേഴ്സിംഗ് ഫീൽഡിലേക്ക് ഇനിയും വിടുകയോ ചെയ്യരുത്. കാരണം അത്രയ്ക്കുള്ള ശിക്ഷ ഇവർ ജീവിതകാലം ഇവർക്ക് ജീവപര്യന്തം തന്നെ അത്രയ്ക്കും ക്രൂരമായ സംഭവമാണ് അരങ്ങേറിയത്. ഇവരെ ഒന്നും ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം പോലും കൊടുക്കരുത്. ഇവരൊക്കെ വെറും സൈക്കോകളാണ്. കാരണം അതിക്രൂരമായ ഒരു സഹജീവിയോട് പോലും, ഒരു മൃഗങ്ങൾ പോലും ഇതുപോലെ മറ്റൊരു മൃഗത്തോട് ഇതുപോലെ കാണിക്കത്തില്ല. അത്രയ്ക്കും ക്രൂരമായ കാര്യങ്ങളാണ് ഇവർ കാണിച്ചത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം പോലും കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. അതുപോലെ 3 മാസമായിട്ട് ഇവിടെ നടക്കുന്ന ഈ ക്രൂരത അധികാരികൾ അറിഞ്ഞില്ലെന്ന് പറയുന്നത് വെറുതെയാണ്. കാരണം ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ തന്നെയാണ് ഹോസ്റ്റലിന്റെ വാർഡന്. അതുപോലെ തന്നെ മറ്റൊരു അധ്യാപകനാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല. ഏതായാലും ഈ കുട്ടികളെ 3 മാസമായിട്ട് അവിടെ ഇട്ട് അതുപോലെ ഉപദ്രവിച്ചിട്ട് ഇവരാരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. അതുപോലെ ഇവർക്ക് കഞ്ചാവ് അങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ മുഴുവൻ ഈ ഹോസ്റ്റലിൽ ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും ഇവരുടെ അറിവോടുകൂടി അല്ലെന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ ഇവിടെയല്ലേ ജീവിക്കുന്നത്. അതുപോലെ ഈ റാഗിങ് എന്ന് പറയുന്നത് കോട്ടയത്ത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പ് തന്നെ മെഡിക്കൽ കോളേജിന്റെ അവിടെ നിങ്ങൾക്കറിയാം ഒരു റേപ്പ് കേസ്, അതുപോലെ തന്നെ അതിക്രൂരമായിട്ടൊരു സംഭവം നടന്നിട്ട് അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു റാഗിങ് വന്ന് ക്ലോസറ്റിന്റെ അകത്ത് തല പിടിച്ച് മുക്കിയെന്നും പറഞ്ഞ് തല പിടിച്ച് അതിന്റെ അകത്തോട്ട് ക്ലോസറ്റിന്റെ അകത്തോട്ട് വെച്ച് ഫ്ലഷ് ചെയ്ത്. ഇതിനൊന്നും പിന്നെ നടപടി കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്ന ശിക്ഷയില്ലാത്തതുകൊണ്ടാണ്. അത് നല്ല ശിക്ഷ കൂടെ കൊടുത്താൽ മാത്രമേ ആൾക്കാർക്ക് ഇത് പേടി ഉണ്ടാകത്തുള്ളൂ ഇത് ചെയ്യുന്നതിനുള്ള. അതിന് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മറ്റു അധികാരികളല്ല ഇവർക്കൊക്കെ പൂർണ്ണ പിന്തുണ. പിന്നെ എങ്ങനെ ഈ നാട് നന്നാകാനാണ്? അപ്പൊ നമുക്ക് ഈ ക്രൂരത ചെയ്ത ഈ മക്കളെ ഒന്ന് പരിചയപ്പെടാം. കോട്ടയം 3 കീരിപ്ലാക്കൽ സാമുവൽ 20 വയസ്സ്. അതുപോലെ തന്നെ കോഴിത്തോട് മടുക്ക നെടുങ്ങാട് വിവേക് 21 വയസ്സ്. വയനാട് പുൽപ്പള്ളി ഞാവലത്ത് ജീവ 19 വയസ്സ്. മഞ്ചേരി കച്ചേരിപ്പടി റിജിൽജിത്ത് 20 വയസ്സ്. വണ്ടൂർ കുരുമാരപ്പറ്റ രാഹുൽ രാജ് 22 വയസ്സ്. നല്ല പ്രായമല്ല. ഇവന്മാരെ ഒന്നും ഒരു കാരണവശാലും ഈ നേഴ്സിംഗ് രംഗത്തേക്ക് വിടരുത്. കാരണം ഇവനൊക്കെ പഠിച്ച് നേഴ്സായി വന്നു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ മുന്നിൽ വരുന്ന അവരുടെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കിയേ. ഇവരൊക്കെ സൈക്കോ തന്നെയാണ്. ഇനി ഇതിൻ്റെ അകത്തൊരു മാറ്റം വരാനില്ല. ഇവർക്കൊക്കെ അർഹമായ ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത്. ഈ 2-3 ദിവസമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇവരുടെ ഫോട്ടോയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഒരുപാട് ആൾക്കാർ ഇവരെ വിളിച്ചത് വായി വരുന്നത് നല്ല വാക്കൊന്നുമല്ല, ഈ പുന്നാര മക്കളെന്നാണ് പറയുന്നത്. അത്രയ്ക്കും ആൾക്കാരുടെ മനസ്സിൽ അതുപോലെയുള്ള ഇവനെ ഒന്നും ഒരു കാരണവശാലും ഇനി പഠിക്കാനും മറ്റുള്ള അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഈ കോളേജിൽ നടക്കുന്ന മുഴുവൻ റാഗിംഗ് കേസുകളും വെളിയിൽ കൊണ്ടുവന്നു. ഈ ക്രൂരത ചെയ്തതും കൂടാതെ ഇത് മുഴുവൻ മൊബൈലിൽ ഇവർ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ കുട്ടികളെ നഗ്നരാക്കി കാലിൽ കയറിട്ട് കെട്ടിയിട്ട് കോമ്പസും കൊണ്ടാണ് ശരീരത്തിന് മുറിവുണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ലോഷൻ ഒഴിച്ചിട്ട് ആ കുട്ടികൾ വേദന കൊണ്ട് പൊളയുമ്പോഴത്തേന് വായിലോട്ട് ക്രീം തേച്ച് പിടിപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പല്, നമ്മുടെ ജിമ്മുകളിലൊക്കെ ഉപയോഗിക്കുന്ന അതുപോലെ വെയിറ്റുള്ള ഡമ്പലുകൾ തൂക്കിയിടുക, കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ ഇതുവരെ നമ്മളൊരു പോലീസുകാരുടെ 3 മുറ എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഇതുപോലെയുള്ള ക്രൂരതയൊന്നും ആരും ചെയ്തു കാണത്തില്ല. അതുപോലെ തന്നെ കുട്ടികളിൽ നിന്ന് പണം വാങ്ങിയിട്ട് മദ്യപിക്കുന്നു. അത് ആഴ്ചയിൽ ഇവർക്ക് 800 രൂപ വീതം അത് വേണം. അങ്ങനെയുള്ള സൈക്കോകളാണ് ഇവർ. അതുകൂടാതെ ഇവർ ചെയ്തിരിക്കുന്ന ക്രൂരതയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കി. കയറുകൊണ്ട് കട്ടിലെ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് കോമ്പസ് കൊണ്ട് ദേഹം മുഴുവൻ കുത്തുകയാണ്. എന്നിട്ട് അത് ഈ വേദന കണ്ട് കുട്ടികൾ പൊളയുമ്പോൾ ഇവന്മാർ സന്തോഷിക്കുകയാണ്. അന്നേരം അതാണ് പറയുന്നത്, ഇവന്മാരൊക്കെ സൈക്കോകൾ തന്നെയാണ്. ഒരു മനുഷ്യന് തോന്നുന്ന കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. അതുപോലെ വെയിറ്റ് എടുത്ത് ഇട്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാം ദൃശ്യത്തില്. അതുപോലെ ഒരുപാട് ക്രൂരതയുടെ വീഡിയോകളുണ്ട്. അതൊന്നും വെളിയിൽ വന്നിട്ടില്ല.
വട്ടം വരയ്ക്കും. ഇവരുടെയൊക്കെ ഈ കുട്ടികളുടെയൊക്കെ മാതാപിതാക്കൾ ഇത് കണ്ടാൽ സഹിക്കും. ഇതുപോലെ എന്തുമാത്രം റാഗിങ്ങിന് ഇരയായ കുട്ടികളുടെ മാതാപിതാക്കൾ ഉള്ളിൽ വിഷമങ്ങളുമായിട്ട് കഴിയുന്നുണ്ടെന്നറിയാം. ഇതൊന്നും വെളിയിൽ പറയാൻ മേല. പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഭീഷണികൾ വരും. അതുപോലെ ഇവിടുത്തെ യൂണിയന്റെ നേതാവ് പറഞ്ഞ വാർത്ത നിങ്ങൾ പത്രത്തിൽ കണ്ടാൽ ഈ സംഭവങ്ങളൊന്നും ആര് ചോദിച്ചാലും മാധ്യമങ്ങൾ ചോദിച്ചാൽ പോലും വെളിയിൽ പറയുന്നു. ഇവരൊക്കെ ഇതിന് സപ്പോർട്ടാണ് നിൽക്കുന്നത്. സ്വന്തം വീട്ടിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ മാത്രമേ ഉള്ളൂ ശകലം വിഷമിക്കത്തുള്ളൂ. ഞങ്ങൾ പോട്ടറാ നിങ്ങളെ ഇവന്റെയൊക്കെ മുഖം കണ്ടറിയാം ഇവനൊക്കെ സൈക്കോ തന്നെയാണെന്നുള്ളത്. കാരണം ഇച്ചിരി ഇല്ലാത്ത 18, 20, 21 വയസ്സെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കോട്ടയം ജില്ലയിൽ തന്നെയല്ല, കേരളത്തിലുടനീളം ഒരുപാട് കോളേജിൽ അതിക്രൂരമായ റാഗിങ് നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇരയായ കുട്ടികളുടെ മാതാപിതാക്കൾ ഉള്ളിൽ അവരൊക്കെ നീറിയാണ് ജീവിക്കുന്നത്. ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെയുള്ള ക്രിമിനൽ സൈക്കോകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലപ്പുറം ഈ കേരളത്തിൽ നടക്കും. ഇതിന് ഇവന്മാർക്ക് പേടി വരണം. കാരണം ഇനി മേലെ റാഗിങ് എന്ന് കേട്ടാൽ തന്നെ ഇവനൊക്കെ പേടി വരണം. ആ രീതിയിലുള്ള ശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ ഇവനൊക്കെ ഒതുങ്ങത്തുള്ളൂ.